Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ ലേസിന്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് ഒരു ഹാങ്ങിങ് പ്ലാന്റർ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് ലേസിന്റെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കതിന്റെ പുറമേയുള്ള കവർ ഒന്ന് കളഞ്ഞ് ഒരു സ്ലിറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല മൂർച്ചയുള്ള ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബോട്ടിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബോട്ടിലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കീറിപ്പോകില്ല. നമുക്ക് മൂർച്ചയുള്ള ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ലിറ്റ് കുറച്ചൊന്ന് വലുതാക്കി ചെടി നടാനുള്ള ഒരു ചെറിയ വിടവാക്കി നമുക്ക് എടുക്കാം. അതിനായിട്ട് നമുക്കൊരു കത്രിക ഉപയോഗിക്കാം. കത്രികയോ ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് ഉപയോഗിച്ചാലും നമുക്ക് ഇതുപോലെ കീറിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളൊരു വിടവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ താഴെയായിട്ട് കുറച്ച് ഹോൾസ് ഇടണം. ചെടി നട്ട് അത് നനയ്ക്കുന്ന സമയത്ത് എക്സസ് ആയിട്ട് വരുന്ന വെള്ളം ആ ഹോൾസ് കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര അധികം ഹോൾസ് ഇടുന്നത്. ഹോൾസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു കമ്പി തീയിൽ കാണിച്ച് ചൂടാക്കി നമ്മുടെ ബോട്ടിലിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. നമ്മൾ ഇതുപോലെ കുറേയേറെ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നനച്ചു കൊടുക്കുന്ന വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കാതെ എക്സസ് വരുന്നത് ഈ ഹോൾസിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ഹോൾസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കയറ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് വലിച്ച് ഇതുപോലെ ഒന്ന് കെട്ടിയെടുക്കാം. നമ്മുടെ പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സോയില് തയ്യാറാക്കണം. ഞാനിവിടെ ഗാർഡൻ സോയില്, ചാണകപ്പൊടി, കൊക്കോ പീറ്റ് ഇത് മൂന്നും ഈക്വൽ എമൗണ്ടിലെടുത്ത് ഒരു മിശ്രിതം തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പ്ലാന്ററിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്ലാന്റർ നിറയുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സോയില് കുറച്ചൊന്ന് ഇരിക്കും, അതുകൊണ്ട് അറ്റം വരെ നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം.
ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത് നമുക്ക് മണ്ണ് നിറച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ കട്ടിങ് ഇതുപോലെ നട്ടു കൊടുക്കാം. ഹാങ്ങിങ് ആയിട്ടുള്ള ഏത് പ്ലാന്റോ അഥവാ ബുഷി ആയിട്ട് നിൽക്കുന്ന ഏത് പ്ലാന്റും നട്ടു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും. എൻ്റെ മോൻ വാട്ടറിങ് ക്യാനുമായിട്ട് വന്നിട്ടുണ്ട്. അവനാണ് ചെടി നനയ്ക്കുന്നത്. ഡിറ്റർജൻറ്റ് ബോട്ടിലിൻ്റെ അപ്സൈക്ലിംഗ് വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വാട്ടറിങ് ക്യാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ തന്നെയുള്ള ഒരു മാവിൻ്റെ കൊമ്പിലാണ് ഞാനിത് തൂക്കിയേക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും എൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് തുറന്ന് മണ്ണ് പുറത്തേക്ക് പോകുമെന്ന്. ഒരിക്കലുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.